തിരുവനന്തപുരത്ത് ഒട്ടനവധി ശിഷ്യരെ പഠിപ്പിക്കാനും അവർ വിദേശ രാജ്യങ്ങളിൽ പോയി അവർ ക്ലാസ്സുകൾ എടുക്കാനും ഒരുപാട് കലാതിലകങ്ങൾ കലാപ്രതിഭകൾ വലിഞ്ഞെടുക്കാനും സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു 2004 ശ്രീ രവിശങ്കർ എന്നെ വിളിച്ച് മോഹിനിയാട്ടം ഒരു ഗ്രൂപ്പ് ആയിട്ട് ചെയ്ത് ഇന്നസ് ബുക്കിൽ അതിനൊരു ഇടം വേണം എന്ന് പറയുകയും 1505 കുട്ടികളെ നമ്മുടെ എറണാകുളം ജവഹർ സ്റ്റേഡിയത്തിൽ 4-5 തട്ടായിട്ട് സ്റ്റേജ് ഉണ്ടാക്കി അതിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ മോഹിനിയാട്ട കുട്ടികളെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട്, അതായത് അന്ന് മധ്യമേഖല, തെക്കൻ മേഖല, വടക്കൻ മേഖല എന്ന 3ആയിട്ട് തിരിച്ചു. തെക്കൻ മേഖലയിലെ ചാർജ് മുഴുവൻ എനിക്കും, മധ്യമേഖലയിൽ കലാമളം ക്ഷമാവതിക്കും സുഗന്ധിക്കും 3ആയിട്ട് ഗ്രൂപ്പ് ഇട്ട് ഞങ്ങളെല്ലാം CD ആക്കി ഈ പറയുന്ന 3 ഐറ്റം, ഓരോ ടീച്ചേഴ്സിൻ്റെ 3 ഐറ്റം എല്ലാ ഡിസ്ട്രിക്റ്റിലും എത്തിക്കുകയും അവിടെ പോയി ഞാൻ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഞാൻ പ്രത്യേകിച്ച് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തിട്ട് അത് 2004 നമുക്ക് എൻ്റെ പേരും മറ്റുള്ളവരുടെ പേരും കൂടി ചേർത്ത് ഇന്നസ് ബുക്കിൽ മോഹിനിയാട്ട നർത്തകികളെ ഒരുമിച്ച് ചേർത്തു എന്നുള്ള ഒരു പേര് കിട്ടി. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ്. അതായത് ഇത്രയും കലാകാരന്മാരെ ഒന്നിച്ച് മേക്കപ്പ് ചെയ്ത് നമ്മൾ കാല് തൊട്ട് തൊഴുത് ഈ പരിപാടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും മുക്തകണ്ഠം പ്രശംസ കൈപ്പറ്റാനും സാധിച്ച മോഹിനിയാട്ടത്തിൻ്റെ ഉയർച്ചയ്ക്ക്, അതായത് കേരളത്തിൻ്റെ തനത് കല ലോകം മുഴുവൻ എത്തിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയ വലിയൊരു കലാകാരൻ ഇന്നും എല്ലാവരും അത് അംഗീകരിക്കുകയും മോഹിനിയാട്ടം, അതായത് മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് ഞാൻ എന്തെല്ലാം ചെയ്തു, ആരെല്ലാം എതിർത്തു, അവരൊക്കെ ഒത്തൊരുമിച്ച് ഇന്ന് ഞാൻ കാണിച്ചു കൊടുത്ത പാതയിൽ കൂടെ അവർക്ക് പോവാനുള്ളൊരു ധൈര്യം വരുത്തിയ ഒരു കലാകാരിയാണ് ഞാൻ. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് വിശ്വനാഥ മേനോൻ അച്ഛനും, മൂത്ത മകനായ വിനോദ് കുമാറും, രണ്ടാമത്തെ മകളായ ബിന്ദുജ മേനോൻ ഉൾപ്പെടെയാണെങ്കിലും അവരുടെ വിവാഹശേഷം രാജേഷ് കുമാർ ബിന്ദുജയെ കല്യാണം കഴിക്കുകയും വിനോദ് ഡോക്ടർ രജിത എന്ന് പറയുന്ന ഒരു കുട്ടിയെ എൻ്റെ മകൻ കല്യാണം കഴിക്കുകയും മകനെ ഋത്വിക് എന്ന് പറയുന്നത് മകൻ ജനിക്കുകയും അവന് കാനഡയിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കണം. അതുപോലെ തന്നെ ബിന്ദുജയ്ക്ക് നേഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജനിക്കുകയും അവൾ ആർക്കിടെക്ചർ കഴിഞ്ഞ് അതിൻ്റെ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. നേഹയ്ക്കും വളരെയധികം മോഹമുണ്ട്, ഡാൻസിലും പാട്ടിലും ഒക്കെ അവളത് ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ മകൻ കഥകളി നെല്ലിയോൾ വാസുദേവൻ നായർ നമ്പൂതിരിയുടെ അടുത്ത് പഠിച്ചതാണ്. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവൻ്റെ ഉദ്യോഗം അനുസരിച്ച് സാധിച്ചില്ലെങ്കിലും കൊല്ലത്തിലൊരിക്കൽ ഈ പറയുന്ന ഡോക്ടർ രജിതയുടെ ഡോക്ടേഴ്സിൻ്റെ ഫംഗ്ഷനിൽ അവൻ നൃത്തം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കലാകുടുംബമാണ് ഞങ്ങളുടെ. പ്രത്യേകിച്ച് വിശ്വനാഥ മേനോന് വെള്ളത്തോളിൻ്റെ കുറിച്ചൊക്കെ എഴുതാനും കല ആസ്വദിക്കാനും ഞങ്ങൾ പുതിയ പുതിയ ഐറ്റങ്ങൾ കമ്പോസ് ചെയ്യുമ്പോൾ അത് വന്ന് ഇങ്ങനെ ചെയ്തൂടെ അങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കാനും, അയോധ്യയിലേക്ക് ഒരു ക്ഷണം കിട്ടിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ കൊണ്ട് എനിക്ക് രാമായണം എങ്ങനെയാണ് അവിടെ അവതരിപ്പിക്കേണ്ടത് എന്ന് എനിക്കും ബിന്ദുജിക്ക് നിർദ്ദേശം നൽകുകയും അതിൻ്റെ റിഹേഴ്സൽ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മരണം നടന്നത്. അറ്റാക്കായിരുന്നു. പക്ഷേ നമുക്കിന്നും ആ ഒരു വേർപാട് ഉണ്ടെങ്കിലും എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കലയ്ക്ക്
മുന്നോട്ട് വരുന്ന വലിയൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഇല്ലെങ്കിൽ കൂടെ നമുക്ക് വെളുപ്പിന് 3 മണിക്ക് വരുമ്പോൾ തന്നെ യാതൊരു മടിയും കൂടെ ഗേറ്റും വാതിലും തുറന്നു തരാൻ ഒരു ആളില്ലാത്തൊരു കുറവ് എപ്പോഴും നമുക്ക് അനുഭവപ്പെടും. എൻ്റെ കലയുടെ ഉയർച്ച തന്നെ ആ സൗമനസ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉടമയായ അദ്ദേഹത്തിൻ്റെ കൂടെ 56 കൊല്ലം ജീവിച്ചു എന്നുള്ളതാണ്. അതിൽ നമുക്ക് അങ്ങേറ്റം സന്തോഷവും അങ്ങോട്ട് ചെയ്തിട്ടുള്ളത് ഒരു കാലത്ത് മറക്കാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പാത നല്ലോണം നികത്തി തന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിന് നിന്നും വിട വാങ്ങിയിട്ടുള്ളത്.